വറുത്തരച്ച ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വേവിച്ച വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട്. 2 വലിയ സവാള അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 10-12 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ വറുത്തരയ്ക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു ചെറിയ തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പെരുംജീരകവും കറുവപ്പട്ടയും കൂടെ പൊടിച്ചത് 1/2 ടീസ്പൂൺ. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കടുക് 1 ടീസ്പൂൺ, തേങ്ങക്കൊത്ത് 1/4 കപ്പ്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, കുരുമുളക് ഇടാം, പെരുംജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കാം. തേങ്ങയും ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ വറുത്ത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. സ്റ്റൗവിൽ ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. സവാള ഇടാം നമുക്ക്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇടാം, 2 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം. സവാളയൊക്കെ പാകത്തിന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഇനി മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടി, കറുകപ്പട്ടയും പെരുംജീരകവും കൂടെ പൊടിച്ചത്, പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഇത് വഴറ്റാം. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. നേരത്തെ തണുക്കാൻ വെച്ച തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബീഫിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ്, എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ തിളച്ചു വരുമ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെക്കാം. കറി നമ്മൾ 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുമായിരുന്നു. ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് താളിച്ചിടണം. വറുത്തരച്ച കറിയിൽ താളിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് താളിക്കാതെ ഇരിക്കാം. ഇങ്ങനെ തന്നെ ഇത് ഓഫ് ചെയ്തെടുക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. തേങ്ങക്കൊത്തിടാം. തേങ്ങക്കൊത്ത് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇടാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർക്കാം. വറുത്തരച്ച ബീഫ് കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.